രാജ്യം ഒന്നടങ്കം ഏതായാലും തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ്, തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് SR രാമചന്ദ്രൻപിള്ളയാണ്. ഏത് രീതിയിലാണ് ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്? ഇത്രയും പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഇതിനു മുമ്പ് ഒരിക്കലും രാജ്യത്തുണ്ടായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. ഒന്ന്, ഏറ്റവും അപകടകരമായ ഭരണമാണ് BJPയുടേത്. ഈ ഭരണം അവസാനിപ്പിക്കണം. രണ്ടാമത്തെ ലക്ഷ്യമായി കാണുന്നത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ കരുത്ത് കൂടുതൽ വളർത്തേണ്ടതുണ്ട്. അങ്ങനെ വളർത്തിയെങ്കിൽ മാത്രമേ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ കഴിയൂ, ജനാധിപത്യം ഉയർത്തിപ്പിടിക്കാൻ കഴിയൂ, രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ എടുക്കാൻ കഴിയൂ. അതുമാത്രവുമല്ല, ഒരു സ്വതന്ത്ര വിദേശ നയം നമ്മുടെ രാജ്യത്ത് തുടരണമെങ്കിൽ അതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ജയിക്കണം. മൂന്നാമത്തെ ലക്ഷ്യം, ഇപ്പോൾ കേരളത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങളുടെ താല്പര്യം പരിരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ്റിന് തടസ്സമില്ലാതെ ഈ ഗവൺമെൻറ് ഇന്നിപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തുടർന്നും നടത്താൻ കഴിയണം. അതിനും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ വിജയം കൈവരിക്കാതെ സാധ്യമല്ല. ഈ 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് വച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിഷയമൊക്കെ നിലനിൽക്കുന്ന, പുറത്തു വന്നിട്ടുള്ള കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുള്ളൊരു പശ്ചാത്തലം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും പണം തന്നെയായിരിക്കുമോ BJP ഇറക്കി, ആ ഒരു കാർഡ് ഇറക്കി തന്നെയായിരിക്കുമോ തെരഞ്ഞെടുപ്പ്? തീർച്ചയായിട്ടും അവരെല്ലാം വമ്പിച്ച ധനം ഇറക്കുന്നവരാണ്. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ആ നടപടി കൊണ്ടുവന്ന കാലത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതിനെ ശക്തിയായി എതിർത്തതാണ്. അത് കള്ളപ്പണം കൊടുത്ത് രാഷ്ട്രീയ നേട്ടം നേടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതിനെ പാർട്ടി എതിർത്തതാണ്, കേസ് കൊടുത്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത്. ഈ നിലയിൽ ഇപ്പോൾ BJP ഗവൺമെൻറ് ഈ രാജ്യത്തെ ആകെ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്ന ഗവൺമെൻറ്റാണ്. മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായി അവർക്ക് വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ആ നിലയിൽ കോർപ്പറേറ്റുകളുടെ ഒരു ഭരണമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. അതും ഈ ഭരണം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. തീർച്ചയായും ഈ രീതിയിൽ തന്നെയാണ് ഏതായാലും തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ പ്രസക്തി എന്ത് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഷാജില അലി ഫാത്തിമയ്ക്കൊപ്പം ഷീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.